ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മരിയുടെയും സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ വരും ദിവസത്തെ അലീനയുടെയും മരിയുടെയും പ്രമോ വിശേഷത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത് രേവതിക്കുട്ടിയുടെ അച്ഛനായി ജയപ്രകാശിനെ കാണുവാൻ വേണ്ടി രേവതിക്കുട്ടിയും ഗ്രീസുമാമയും അലീനയും മനുവും കൂടെ യാത്ര തിരിക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണുകയും സംസാരിക്കുകയും പരസ്പരം പശ്ചാത്താപത്തിന്റെ ചില നിമിഷങ്ങൾ നമ്മൾ കാണുന്നു. അതിനുശേഷം രേവതിക്കുട്ടിക്ക് തന്റെ അച്ഛന് ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ അല്പം ആഹാരം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ ആഹാരം രേവതിക്കുട്ടി വാരിക്കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടകരമാകുന്ന അവസ്ഥയിലേക്കാണ് ആ കാഴ്ച പോകുന്നത്. അങ്ങനെ രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് താൻ ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ച ജയപ്രകാശൻ നിറക്കണ്ണുകളുമായി ആ ബെഡിൽ കിടക്കുന്ന ഒരു കാഴ്ച അലീനയും മനുവിനെയും അതുപോലെ ഗ്രേസിമാമയും രേവതിക്കുട്ടിയുടെ വില്ലിച്ചനെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് അവർ യാത്ര പറഞ്ഞു മടങ്ങുന്നു. അങ്ങനെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി അലീനയെ പിക്ക് ചെയ്യുന്ന മനുവിനെയും നമുക്ക് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ കാണാം. ഇതിനിടയിൽ അലീനയും മനുവും തമ്മിൽ പരസ്പരം ഹൃദയങ്ങൾ കൈമാറുന്നു. അവരുടെ സ്നേഹബന്ധങ്ങൾ അല്പം കൂടെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഒന്നും അറിയത്തില്ലാത്ത പോലെ അലീനയെ കളിയാക്കുകയും മനുവിനെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. ഈ യാത്രയിലെല്ലാം തൻ്റെ രേവതിക്കുട്ടിയായി തനിക്ക് നഷ്ടമാകുമോ എന്നൊരു ഭയത്തോടു കൂടി നമ്മുടെ ഗ്രേസിമാമ വാഹനത്തിൽ ഇരിക്കുന്നതൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം കാണുന്നത് നമ്മുടെ അലീനയെ ഒതുക്കുവാൻ വേണ്ടി അലീനയ്ക്ക് അല്പം കൂടെ പവർ അല്ലെങ്കിൽ അധികാരം ബാലചന്ദ്രൻ കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തിലെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. കാരണം ഇനി വൈജയന്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ മക്കളായ ബബിതയെയും രോഹിത്തിനെയും കൃഷ്ണമോളെയും നോക്കേണ്ട ഉത്തരവാദിത്തം അലീനയ്ക്കാണ് എന്ന് ബാലചന്ദ്രൻ പറയുകയും അവരുടെ തെറ്റുകൾ കണ്ടാൽ അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കണമെന്ന് ബാലചന്ദ്രന്റെ ഓർഡർ പുറപ്പെടുവിക്കുന്നു. അത് കൃഷ്ണമോളെ സംബന്ധിച്ച് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണെങ്കിലും ബബിതയ്ക്കും രോഹിത്തിനും അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ലക്ഷ്യവുമായിട്ട് അല്ലെങ്കിൽ അലീനയെ എങ്ങനെയെങ്കിലും തുരത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വീണ്ടും നമ്മുടെ രോഹിത്ത് ഹരിയെ കാണുകയും ഹരിയുമായിട്ട് സംസാരിക്കുകയും എങ്ങനെയെങ്കിലും അവളെ ഒതുക്കണം. അതിന് ഇനി ഏക വഴിയെന്ന് പറയുന്നത് വഴിയിൽ നിന്ന് കയറി വരുന്ന തെരുവു നായ്ക്കളെയും പൂച്ചയും കോഴിയുമൊക്കെ അപായപ്പെടുത്തുന്നത് പോലെ ഇനി എന്തെങ്കിലും വിഷം വെച്ച് മുടിപ്പിച്ചാലേ അവളെ ഒഴിവാക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ഭാഗമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അതിൻ്റെ ഉദ്ദേശം തന്നെ ഇനി അലീനയെ കൊന്നുകളയുക, എങ്ങനെ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ അവളെ അപായപ്പെടുത്തുക എന്നത് മാത്രമാണ് തന്റെ മുൻപിലെ ഏക ലക്ഷ്യമെന്ന് ഹരിയോട് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഹരി മാക്സിമം അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ട് രോഹിത്തിന് കൊടുക്കുന്നതൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ അലീനയ്ക്ക് വീണ്ടും ശത്രുത കൂടിക്കൂടി വരുന്ന ഒരു ഭാഗവും വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുകയാണ്. അതിനോടൊപ്പം കാണുന്നത് രോഹിത്ത് കൂടുതൽ വഷളായി പോകുന്ന ഒരു രംഗമൊക്കെയുണ്ട്. തൻ്റെ അമ്മയും ശ്രദ്ധിക്കുന്നില്ല, തൻ്റെ അച്ഛനും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ രോഹിത്ത് മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഇത് കണ്ട് കൃഷ്ണമോള് വഴിയിൽ തടയുകയും ചെയ്യുകയാണ്. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ടൻ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ട് എന്ന് പറയുകയും ധൈര്യസമേതം ഞാൻ മദ്യം കഴിക്കുന്നത് നിനക്കെന്താണ് എന്ന് ചോദിച്ച് കൃഷ്ണമോളെ ആട്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു രംഗമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം കാണുന്നത് ഈ കാര്യം നേരെ രോഹിത്തേട്ടൻ മദ്യം കഴിച്ചു എന്ന വിവരം ബാലേന്ദ്രനോട് പറയുകയും അങ്ങനെ രോഷാകുലനായ ബാലേന്ദ്രൻ രോഹിത്തിന്റെ മുറിയിലേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു രംഗമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. എന്തായാലും അലീനയെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രോഹിത്തിന് 8ന്റെ പണി കൊടുക്കുന്ന ഒരു രംഗമൊക്കെ അടുത്ത ആഴ്ചയിലെ അടുത്ത ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. വീണ്ടും പുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.